ഓക്കെ, പാർട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ ഒരു മേജർ ചേഞ്ചാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ ദിസ് ക്യാൻ ബി കോൾഡ് എ സ്ട്രക്ചറൽ ചേഞ്ച്. സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഹോൾ സ്ട്രക്ചർ വിൽ ചേഞ്ച്. അതിനകത്ത് യൂഷ്വലി ദിസ് ഹാപ്പൻസ് ബൈ വേ ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. പിന്നെ അമാൽഗമേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, അമാൽഗമേഷൻ കൊണ്ടും ചേഞ്ച് വരും. അതുപോലെ ബൈ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ, സിംപ്ലി ദ ചേഞ്ച് ദ റേഷ്യോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മേജർ ചേഞ്ചസാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റീസെറ്റ് ദ ഓൾഡ് അക്കൗണ്ട്സ്. അതായത് മേജർ ചേഞ്ച് വരുമ്പം അക്കൗണ്ടുകൾ എന്തിനാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊക്കെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലോസ് ഇതൊക്കെ കാണും. ഓക്കെ, സോ വെൻ ദർ ഇസ് എ മേജർ ചേഞ്ച് ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം എ ക്ലീൻ സ്ലേറ്റ്. ക്ലീൻ സ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പുതിയൊരു അഡ്മിഷൻ വരുമ്പോൾ, അതുപോലെ ഒരാൾ പോവുകയൊക്കെ ചെയ്യുമ്പം എല്ലാം അക്കൗണ്ടുകളെല്ലാം റീസെറ്റ് ചെയ്ത് കറക്റ്റാക്കി കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് അഡ്മിഷൻ ആണ് ഇവിടെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ബട്ട് ദർ ഈസ് സംതിങ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ചേഞ്ചിങ് റേഷ്യോ. അഡ്മിഷനിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളെല്ലാം ഇതിനകത്തും വരും. ചേഞ്ചിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് അഡ്മിഷൻ. അതായത് സ്റ്റെപ്പുകളെല്ലാം ലൈക്ക് അഡ്മിഷൻ, ബട്ട് ദർ ഈസ് നോ അഡ്മിഷൻ. അഡ്മിഷനകത്ത് വരുമ്പോൾ ഒരു പുതിയ പാർട്ണർ വരും, ക്യാപിറ്റൽ കൊണ്ടുവരും. അതൊഴിച്ചാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ചേഞ്ചിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതാണ്ട് ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റീവാല്യൂ ഓൾ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അക്കൗണ്ടിൽ കാണും. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസ് ഗെയിൻ അതൊക്കെ അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ പറയാം. അതുപോലെ അതിൻ്റെ ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സിനെ റീസെറ്റ് ചെയ്യണം, റീഅഡ്ജസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇത്. പഠിക്കാൻ അത്ര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് വലിയ വലിയ സംഭവങ്ങളുണ്ടെന്ന് തോന്നും, ബട്ട് ഇറ്റ് ഇസ് വെരി ഈസി. ഒന്നാമത് റീവാലുവേഷൻ്റെ കാര്യം നോക്കാം. വൈ ഡു വി ഹാവ് ടു റീവാല്യൂ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉയർത്തി പറയും. അതുപോലെ പ്രോഫിറ്റ് ഉള്ള കാര്യങ്ങളെ നമ്മൾ അധികം ഉയർത്തി പറയില്ല. ഇതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, മെഷീനറി ആണെന്ന് വിചാരിക്കുക. മെഷീനറി ആണെങ്കിൽ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ വർഷവും നമ്മൾ അതിന് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ബട്ട് ലാൻഡ് ആണെങ്കിലോ, ലാൻഡിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യും, ബട്ട് വി വിൽ നോട്ട് ആഡ് ദ അപ്രീസിയേഷൻ ഇൻ ടു ദ അസറ്റ് അക്കൗണ്ട്. എന്ന് ഒന്നുകൂടെ പറയാം. ഈ വർഷം 10 വർഷം മുമ്പ് നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു 1,00,000 രൂപ കൊടുത്ത്. അതുപോലെ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ് ഓൾസോ പർച്ചേസ്ഡ് ഫോർ 1 lakh, 1,00,000 രൂപ. 10 വർഷം കഴിഞ്ഞപ്പം ഈ മെഷീൻ്റെ വില സത്യത്തിൽ ഇപ്പോൾ ഒന്നും കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല, സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ വർഷവും നമ്മൾ 10% ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മെഷീൻ ഹാസ് ഓൺലി 1 rupee വാല്യൂ. ബാക്കിയെല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളയും. 1 rupee സീറോ ആക്കി ഇടാൻ ഒക്കാത്തതുകൊണ്ട് 1 രൂപയെല്ലാം വിട്ട് വെക്കും. സോ ദിസ് ഈസ് കോൾഡ് കൺസർവേറ്റിസം. ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ വളരെ കാര്യമായിട്ട് പറയും. ഇനിയും ലാൻഡിൻ്റെ കാര്യമോ, ലാൻഡ് നമ്മൾ 1,00,000 രൂപ എടുത്ത് വാങ്ങിച്ചതാണ്. ഇപ്പം ശരിക്കും അതിന് 10,00,000 രൂപ വിലയുണ്ട്. നമ്മൾ അതിന് അപ്രീസിയേഷൻ എഴുതത്തില്ല. മനസ്സിലായോ? ഇത്
ഇതാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഹിഡൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ബുക്കിനകത്ത് കൊണ്ടുവന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. അതേസമയം ലോസ് ഉണ്ടെങ്കിൽ പരമാവധി നമ്മളിങ്ങനെ എടുത്തു പറയും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ശരിക്കും ബാലൻസ് ഷീറ്റ് കറക്റ്റ് ഫിഗർ ഒന്നുമല്ല തരുന്നത്. അത് കാണിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ഹിസ്റ്റോറിക് വാല്യൂ. ഓക്കെ, നമ്മുടെ റിയലൈസബിൾ വാല്യൂ അല്ല, മാർക്കറ്റബിൾ റിയലൈസബിൾ വാല്യൂ അല്ല ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. യൂഷ്വലി അവർ ബാലൻസ് ഷീറ്റ് റിഫ്ലക്ട്സ് historical value of assets and liabilities. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബാലൻസ് ഷീറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ട്രൂ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എന്തോ ചെയ്യും, പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബ്രിങ് ദ ബാലൻസ് ഷീറ്റ്, we have to revise, check the values of each and every asset and reset the values. Reset എന്ന് ഓർത്താൽ മതി, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണത്, നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അസറ്റിൻ്റെ വാല്യൂ മേലോട്ട് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ്, താഴോട്ട് പോവുകയാണെങ്കിൽ ലോസ് ആണ്. അതുപോലെ ലയബിലിറ്റി മേലോട്ട് പോവുകയാണെങ്കിൽ ലോസ് ആണ്, താഴോട്ട് വന്നാൽ ഗെയിൻ ആണ്. അപ്പം ഈ ലോസ് ഗെയിൻ, അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളൊക്കെ അടിച്ചിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ലയബിലിറ്റിയുടെ റിയലൈസബിൾ വാല്യൂ ഓഫ് അസെറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് അതായത് ഇതിൻ്റെ കാര്യമായി പറയുന്നത്, ലാൻഡ്. ഞാനിപ്പോൾ അത് എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇഫ് ദർ ഈസ് എ ഹിഡൻ വാല്യൂ, പാർട്ണർ 10 ലക്ഷം രൂപ 10,000 രൂപ കൊടുത്ത് അസെറ്റ് വാങ്ങിച്ചു, ഇപ്പോൾ അതിന് 70,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം, കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഇപ്പോൾ ഈക്വൽ പാർട്ണേഴ്സ് ആണെങ്കിൽ എന്ത് പറ്റും? There is a hidden profit of 60,000. Equal partners പറയുകയാണ് we want to share future profits and losses 2:1. ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a hidden profit of 60,000 and we don't do anything about it. ഒന്നും ചെയ്യാതെ ചുമ്മാതെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അങ്ങ് മാറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ അസറ്റിനകത്തുള്ള ഹിഡൻ വാല്യൂ പിന്നീട് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ that will go to partners in the 2:1 ratio, not equally. Okay, ഇതാണ് ആ സ്റ്റോറി. അവിടെ അതാ പറയുന്നത്, വായിച്ചാൽ മതി. there is a hidden 60,000. ഇത് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പാർട്ണർക്ക് നഷ്ടം വരും, മറ്റേ പാർട്ണർക്ക് ഗെയിൻ വരും. 2:1 ആയി കഴിഞ്ഞാൽ ഈ 60,000 will be shared in the ratio 40:20. ആക്ച്വലി ഇത് ഇപ്പോഴുണ്ടായ പ്രോഫിറ്റ് അല്ല, ഇത് പണ്ടുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണ്, റീവാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും അതിൻ്റെ റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോൾ അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും അതിൻ്റെ റീവാല്യുവേഷൻ നടത്തി അസറ്റിനെയും ലയബിലിറ്റിയും കറക്റ്റ് വാല്യൂവിൽ കൊണ്ടിടണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ദാറ്റ് അക്കൗണ്ട് ഈസ് നോൺ ആസ് റീവാല്യുവേഷൻ അക്കൗണ്ട്. റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു അസറ്റേ ഉള്ളെങ്കിൽ we can transfer the profit or loss easily directly to capital account. Okay, assetന്റെ വാല്യൂ 1000 രൂപ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that 1000 will be credited to partners in the profit sharing ratio. ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ we are revising the value of many assets. Okay, so ഇതിനെ എല്ലാത്തിനെയും കൂടെ ഓരോന്നും കൊണ്ടുവന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ടു മേക്ക് ഇറ്റ് ഈസി വി ഓപ്പൺ എ റീവാല്യുവേഷൻ അക്കൗണ്ട്. ദിസ് ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് ഒന്നാമത് പറയേണ്ടത്. ദിസ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടെമ്പററി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ആക്ച്വലി ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് റെപ്രസെൻറ്റിംഗ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആവും. അങ്ങനെ എഴുതി വെക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പറയുന്നതൊക്കെ ഫാക്റ്റാണ്, പക്ഷേ പുസ്തകത്തിലില്ലാത്ത ഫാക്റ്റുകൾ പരീക്ഷയ്ക്ക് എഴുതരുത്, ഉള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ റീവാല്യുവേഷൻ ഞാനിപ്പോൾ പറയുന്നത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതാണ്. ദിസ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. റീവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ
completing the process, doing the process of reconstitution of a partnership. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടു ട്രാൻസ്ഫർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവൈസിങ് ദ വാല്യൂസ് ഓഫ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് കൺവീനിയൻ്റ്ലി ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വായിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് വിൽ ഗോ ടു ultimately that will not stay there. This is a temporary account. Final balance of this account will go to partners capital. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ പുതിയ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഹാസ് എ ന്യൂ വാല്യൂ ആൻഡ് ദ പ്രോഫിറ്റ് ഹാസ് ഓൾറെഡി ഗോൺ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വാല്യൂ മാറ്റുന്നതിന് വേണ്ടിയാണ്. അപ്പം all these assets and liabilities will appear in the new value. And the profit, instead of transferring each individual profit directly to partners capital account, we open this revaluation account. So this is a temporary middleman account, middle account. Okay, not a middleman. It's a temporary account that comes in between partners, okay, before the partners capital account. This is like a profit and loss account. Gain will go to the credit of it, and loss will go to the debit of it, and final result ആ റിസൾട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ ഇൻ എഫക്റ്റ് യു ഹാവ് ട്രാൻസ്ഫർഡ് എവറിത്തിങ്. ഓരോന്നും പ്രത്യേകം ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. 50,000 പ്രോഫിറ്റ് ഗെയിൻ ഉണ്ടായി, ഒരു 30,000 ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. സോ വെൻ യു ട്രാൻസ്ഫർ that difference 20,000 to partners capital account, practically you have transferred this 50 and 30. ഇൻഡിവിജ്വലായിട്ട് 50 30 ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ 20,000 നെറ്റ് റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഒരുപാട് കാര്യമൊന്നുമില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് വളച്ചു കെട്ടി പറയുന്നെങ്കിലും ദീസ് ആർ വെരി സിമ്പിൾ തിങ്. ഇനി പിന്നൊരു കാര്യമുണ്ട്, മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് സ്റ്റിൽ അടിച്ച് വേണമെങ്കിൽ വായിച്ചു നോക്കണം. ഇത് പഠിക്കാനുള്ളതല്ല. ഞാനിത് പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ വന്നെന്നുള്ളതേ ഉള്ളൂ. മെമ്മോറാണ്ടം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് പറയുകയാണ് ഞങ്ങൾക്ക് അസറ്റിൻ്റെ ലയബിലിറ്റിയുടെ വാല്യൂ ഇല്ല, പഴയ വാല്യൂവിൽ തന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്രിയേറ്റ് എ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് ദെൻ വി ക്രിയേറ്റ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദ റീവാലുവേഷൻ അക്കൗണ്ട്, ദാറ്റ് ഈസ് എ മിറർ റിവേഴ്സ് ദ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഫസ്റ്റ് പാർട്ടി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടി ലോസ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അസറ്റും ലയബിലിറ്റിയും പഴയ വാല്യൂവിൽ തന്നെ കാണിക്കാം. പക്ഷേ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള എഫക്റ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരിടത്ത് പ്രോഫിറ്റ് വരും, പിന്നെ ലോസും വരുമ്പോൾ ആ സാക്രിഫൈസ് ഗെയിൻ എന്ന് പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. നിങ്ങളിത് വായിച്ച് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റ് എഴുതിയാൽ മതി. ബട്ട് ദിസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ CBSE എക്സാം. ഓക്കെ, യു ഡോണ്ട് നീഡ് ഇറ്റ്. അടുത്തത് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഇവിടെയും എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഇത് അഡ്മിഷന്, റിട്ടയർമെൻറ്റ്, ഡെത്ത്, അതുപോലെ ചേഞ്ച് റേഷ്യോ എല്ലായിടത്തും ഉള്ളതാണ് ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസ്. ഇതിപ്പോൾ ഇവിടെ പ്രോഫിറ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ലോസ് ഓൾസോ ഷുഡ് ഗോ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതൊക്കെ you can see in the balance sheet. If there is a profit in the balance sheet, that will be on the liability side. Okay, undistributed profit ഉണ്ടാവും ചില കേസുകളിലൊക്കെ. അതായത് P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, അതുപോലെ ജനറൽ റിസർവ്, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാതെ റിസർവായിട്ട് മാറ്റിയിട്ടേക്കും. ഇതൊക്കെ മാറ്റിയിടുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലോട്ട് പോയിട്ട് അവരത് സാധാരണ ഇത് ക്യാപിറ്റലിൽ വന്നു കഴിഞ്ഞാൽ, അതായത് കറണ്ട് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ, ക്യാപിറ്റലല്ല ഫിക്സ് ക്യാപിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പം മിക്കവാറും ഫിക്സ് ക്യാപിറ്റലായിരിക്കും ഉള്ളത്. കറണ്ട് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ദേ ആർ ടെംപ്റ്റഡ് ടു വിഡ്രോ ദ മണി. അങ്ങനെ അത് വിഡ്രോ ചെയ്യാതിരിക്കാൻ വേണ്ടി പൈസ ബിസിനസ്സിൽ തന്നെ നിർത്താൻ വേണ്ടിയാണ് ഈ പ്രോഫിറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ പാർട്ട്നേഴ്സ് തീരുമാനിച്ച് മാറ്റിയിട്ടേക്കുന്നതായിരിക്കും. അതിൻ്റെ പേരാണ് ജനറൽ റിസർവ്, P&L അക്കൗണ്ട് ബാലൻസ് എന്നൊക്കെ പറയും. All these things you can see on the on the liability side of the balance sheet. The capital items are actually these are undistributed profits. അപ്പോൾ ഇങ്ങനെയുള്ള
കാര്യങ്ങളെല്ലാം നമ്മൾ മേജർ ചേഞ്ചസ് വരുത്തുമ്പോൾ, മേജർ ചേഞ്ച് ഞാനിപ്പോൾ വീണ്ടും വീണ്ടും അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല, റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഈ ടെമ്പററി ഐറ്റംസ് ഒന്നും, ഈ പ്രോഫിറ്റുകളൊന്നും അവിടെ ഇട്ടേക്കേണ്ട കാര്യമില്ല. വി ഹാവ് ടു ട്രാൻസ്ഫർ ഓൾ ദീസ് തിങ്സ് and they have to go to partners capital account in the old ratio. Okay, old ratio എന്ന് എടുത്ത് പറയാൻ കാരണം യൂഷ്വലി വി ഹാവ് എ ന്യൂ ഓൾവേസ് വി ഹാവ് എ ന്യൂ റേഷ്യോ. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ റേഷ്യോ മാറും. വെറുതെ റേഷ്യോ മാറ്റിയാലും അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് കൊണ്ട് റേഷ്യോ മാറ്റിയാലും എല്ലാം ഒന്ന് തന്നെ സംഭവിക്കുന്നത്. ദർ ഈസ് ആൻ ഓൾഡ് റേഷ്യോ, ദർ ഈസ് എ ന്യൂ റേഷ്യോ, ദർ ഈസ് എ സാക്രിഫൈസ് ആൻഡ് ദർ ഈസ് എ ഗെയിൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. റേഷ്യോ, ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ഇങ്ങനെ 3-4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇത് വലിയ വലിയ ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം പാർട്ട്നേഴ്സിൻ്റെ ഒരു അഡ്മിഷൻ നടക്കുമ്പോൾ സാക്രിഫൈസ് ഉണ്ടാവും. ഒരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിന് ദേ ആർ ലൂസിങ് സംതിങ് ബിക്കോസ് ഓഫ് അഡ്മിഷൻ. ദാറ്റ് ഈസ് കോൾഡ് സാക്രിഫൈസ്. അതുപോലെ തന്നെ ഒരു റിട്ടയർമെൻറ്റോ ഡെത്തോ ഉണ്ടാകുമ്പോൾ റേഷ്യോ വിൽ ചേഞ്ച് ആൻഡ് ദ റിസൾട്ട് ഈസ് ആക്ച്വലി ഗെയിൻ. ഔട്ട് ഗോയിങ് ഒരു പാർട്ട്ണർ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഗെയിൻ ഫോർ ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. മരിച്ചു പോയതോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഗെയിനാണെന്നല്ല പറയുന്നതിൻ്റെ കാര്യം. ഇതാണ് പ്രാക്ടിക്കലി ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ബിസിനസ്. അപ്പം ഇതിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ് നമ്മൾ ഗുഡ് വില്ലിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഞാൻ അവിടോട്ട് വരുമ്പോൾ പറയാം. അപ്പം ഈ റേഷ്യോസ് എല്ലാം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന മൂലമുള്ള സാക്രിഫൈസ്, അതുപോലെ തന്നെ പഴയ പാർട്ട്നേഴ്സ് ഉള്ള എക്സിസ്റ്റിംഗ് പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അഥവാ മരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഷ്യോ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഗെയിൻ. അതുപോലെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ് നമ്മൾ റേഷ്യോ റിവൈസ് ചെയ്യുമ്പോൾ. അത് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് അല്ല, അല്ലാതെ സിംപ്ലി ദ പാർട്ട്നേഴ്സ് ആർ ചേഞ്ചിങ് ദ റേഷ്യോ. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസും ഗെയിനും ഒരുമിച്ച് വരും. സം പാർട്ട്നേഴ്സ് വിൽ ഗെയിൻ ആൻഡ് സം അതേഴ്സ് വിൽ ലൂസ്. സംബഡീസ് ഗെയിൻ ഈസ് അനദർ, വൺ മാൻസ് ഗെയിൻ ഈസ് അനദർ മാൻസ് ലോസ്. ഇതാണ് ഈ റേഷ്യോയുടെ പൊതുവായിട്ടുള്ള സ്വഭാവം. നമുക്കതൊക്കെ എക്സാമ്പിൾ പറയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അവിടെയാണ് സാക്രിഫൈസ് കാണുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ എന്നല്ല, സാക്രിഫൈസ് എന്ന് മതി. ഓക്കെ, സാക്രിഫൈസ് ഈസ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അത് സാക്രിഫൈസിങ് റേഷ്യോ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. എ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ഈക്വൽസ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതുപോലെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ന്യൂ ഷെയർ ഈസ് ഹയർ ആൻഡ് ഓൾഡ് ഷെയർ ഈസ് ലോവർ. സോ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ഈസ് ഗെയിൻ. നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. അവിടെ നിന്നാണ് കാര്യം വേഗം മനസ്സിലാകുന്നത്. ഇൻ ദിസ് കേസ് ഒരു പാർട്ട്ണറിൻ്റെ ഷെയർ നേരിട്ട് പറയുകയാണെന്ന് വിചാരിക്കും. ഇല്ലസ്ട്രേഷൻ എടുക്കുമ്പോൾ ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ equally, profits and losses equally admit C for 1/5 share in future profits. ഇനി ഈ കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഫ്യൂച്ചർ. ഈ കേസിൽ 1/5 ഷെയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ സീസ് ഷെയർ ഷെയർ എന്ന് പറഞ്ഞാൽ ഈസ് 1/5 1/5. 1/5 ഷെയർ സിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ബാലൻസ് available for A and B and B is and B
equals 1 minus 1 by 5, that is 4 by 5. ഇത് അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു, കാരണം ഇത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എ ആൻഡ് ബി ഈക്വൽ പാർട്ണേഴ്സ് ആണ്. അതിനകത്ത് 1/5 ഷെയർ സിക്ക് കൊടുത്തു. പിന്നെ രണ്ടു പേർക്കും കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് 4/5 ആണുള്ളത്. അപ്പം ദിസ് 4/5 വിൽ ബി ഷെയർഡ് ഈക്വലി. ഇത് കണ്ടില്ലേ, പണ്ട് 1 ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടുമായിരുന്നു. Now the balance available, that is 4/5, A's new share is actually half of 4 by 5. അത് നമുക്കറിയാം, 2 by 5 ആണെന്ന് അറിയാം. എങ്കിലും ഞാനത് ചെയ്യുമ്പോൾ 4 by 5 into 1 by 2 equals 2 by 5. സംശയമൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/10 എന്ന് വരും. 4/10 എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. 4/10, ദാറ്റ് മീൻസ് 2/5. ഇതാണ് എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ബീസ് ന്യൂ ഷെയർ ഈസ് ഓൾസോ സെയിം. അത് അതേ കാൽക്കുലേഷൻ തന്നെയാണ്. ഈക്വൽ പാർട്ണർ ആയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. 4/5 തന്നെ കോപ്പി ചെയ്താൽ മതി. ബീസ് ന്യൂ ഷെയർ ഈസ് ഓൾസോ 2/5 and C's share anyway is 1/5. അതിന് ന്യൂ ഷെയർ എന്ന് പറയേണ്ട കാര്യമില്ല. C is a new partner. So now you got the sacrifice, you got the ratio. So new ratio equals 2/5 is 2. 2/5 is to 1/5. That means 2/5, 2/5, 1/5 means 2 is to 1. Clear ആയല്ലോ? Okay. Go to the നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:1. അഡ്മിറ്റ് സി ഫോർ 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സീസ് ഷെയർ കഴിഞ്ഞ കണക്ക് പോലെ തന്നെ ഈക്വൽസ് 1/5. ബാലൻസ് അവൈലബിൾ ഫോർ A and B balance available for A and B, and B equals 1 minus 1/5, that is 4/5. Okay, total 1 എന്ന് പറയുന്നതാണ് available for all of them. നേരത്തെ മുമ്പുണ്ടായിരുന്നത് it was 1, now it is 1 minus 1/5, that is 4/5, and nothing is mentioned about the new ratio. 1/5 കൊടുത്തു കഴിഞ്ഞാൽ this 4/5 will be shared in the ratio 3:1. So A's new share because മുമ്പ് 1 ആയിരുന്നു ഷെയർ ചെയ്തതെങ്കിൽ ഇപ്പോഴ് ഷെയർ ചെയ്യാൻ കയ്യിലുള്ളത് 4/5 ഉള്ളൂ. 4/5 അതിൻ്റെ 3/5 1/5. ഈ 4/5 രണ്ടുപേരും എടുക്കേണ്ടത് into 3/5. That is A's new share.
equals 12/25. Okay. കൂടുതൽ അങ്ങോട്ട് പോകണ്ട. Okay. 4/5, 12/25. That is B's new share. B's new share equals same 4/5 into 1/5. 1/5. It's not 2, it is 1/5. The ratio is 3:1. നമ്മൾ 4/5-നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് 3:1 റേഷ്യോയിൽ. 4/5-നെ 3 പാർട്ട് വിൽ ഗോ ടു എ, 1 പാർട്ട് വിൽ ഗോ ടു ബി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4/5 കിട്ടും. അതാ രസം. That means 4/25. 4/25. അപ്പോൾ 4/25-ഉം 12/25 കൂടെ ചേർത്ത് എടുക്കുമ്പോൾ ടോട്ടൽ വി വിൽ ഗെറ്റ് എക്സാക്ട് 4/5. ഓക്കെ, 16/25 എന്ന് കിട്ടും. 16/25 ഈസ് ആക്ച്വലി 4/5. Leave it aside and we know C's share. Already we have 1/5. So new ratio, direct ആയിട്ട് നമുക്ക് new ratio പോവാം. New ratio equals 12/25 is to 12/25, that is A. 4/25, that is B, is to 1/5. 1/5 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 25 ആയിരിക്കും. ഈ 1/5-നെയും ഔട്ട് ഓഫ് 25 ആയിട്ട് റിവൈസ് ചെയ്യണം. So we have to say instead of 1/25, 5 times. 5 times is 5/25. So correct. C's new share is right. There is a correction. Up to here is okay. 3:1. That means 3/4 and 1/4. So A's new share is 3/4. Okay, C's share is 1/5 and balance available for A and B 4/5, and that they share in the ratio 3:1. That 4/5. Okay, A's new share equals 4/5, that is available into 3:1 ratioയിലാണ് ഇത് പോകേണ്ടത്, into 3/4. That means new share is 12/20. Okay. And B's new share okay, 3/4 പോയി കഴിഞ്ഞും ആ 4/5-ന്റെ 1/4 ഉണ്ട്. 5 into 1/4.
4 by 5 into 1 by 4, that is 4 by 20. And anyway, C's share anyway, you know. മേളിൽ എഴുതിയിട്ടുണ്ട് 1 by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 20 എന്ന് പറയുമ്പം 4 times 5 is 20. 1 by 5 എന്ന് പറഞ്ഞാൽ is 4 by 20. Now the new share, profit sharing ratio equals 4 by 20, 12 by 20, 4 by 20, 4 by 20. 12 is to 4 is to 4. Okay. Now go to the next one. Admit C for 1/4 share in future profits. Same ആണ്. So C's share C's share is 1 by 5. അവിടുന്ന് അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. That is 1 by 5. So the balance available for A and B for A and B is 1 minus 1 by 5 equals 4 by 5. One minus 1 by 5 equals 4 by 5. A's new share sorry, A's new share is ഈ 4 by 5-ന്റെ 3:2 ആണ് റേഷ്യോ. 3 by 5 is new ratio into 3 by 5. അതായത് ഈ 4 by 5 is divided in the ratio 3:2. That is 3 by 5 and 2 by 5. 3 by 5 is A's new share and 2 by 5 is B's new share. അത്രേ ഉള്ളൂ. Okay, A's new share is 12 by 15. Sorry, 25. 12 by 5. Okay, that is okay so far. 5 5s are 25. 4 into 3, 12. And this man is getting 2 by 5 of the same 4 by 5. Okay, 2 by 5 is 8 by 25. 12 is to 8 is to 1 by 5 is C's share. 1 by 5 is 5 by 25. Okay. C's share ഇതറിയാവുന്ന കാര്യമാണ്. അത് ന്യൂ ഷെയർ ഇല്ല. C is a new person. That share is new. That 1 by 5 equals 5 by 25. So the ratio is 12 is to 8 is to 5. New profit sharing ratio is equals
12 is to 8 is to 5. Okay. Now A and B sharing profits and losses in the ratio sharing profits and losses in the ratio that is 2:1. C into partnership for 1/4 share future profits. ഇതൊക്കെ ഓരോ കണക്കും ചെയ്യുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ പറയുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ സീസ് ഷെയർ admits into partnership for 1/4 share, 1/4. അവിടെ കുഴപ്പമില്ല. So A's new share is equals their share in profits and losses in the ratio 2/3 and 1/3. 2/3. That means 2:1 is the ratio. Is balance available? Okay, sorry. Balance available for A and B. Now profit available for A and B. For A and B. How much is given? 1/4 is given. That means 3/4 is available. 3/4. This is what they are sharing now. 3/4. That means actually you will get 2/4 and 1/4. Let us see. Here it is 2/4. That means 3/4 is shared in the ratio 2:1. 3/4 into 2/3. 2/3 and 1/3. All the ratio is same. Okay, that remains unchanged. Equals 6/12. This is A's new share. B's new share is equals, what was the old ratio? 3/4 into 1/3. 3/4 into 3/4, that is the balance available. Balance that into old ratio 2:1. 1/3. ഇതിനെല്ലാം ഒന്നിച്ചുകൊണ്ട് വരാം. Okay. Come down here. So it is easy. Okay. B's new share is 3/4 into 1/3. That means out of 12, 3/12. 3/12. So 6/12 and 3/12, and C's share is 1/4. C's share is 1/4. That means out of 12, 3 times 3/12. Okay, 3 times 4 is 12. So this also multiplied by 3. So you get 3/12. Therefore, new profit share ratio equals the new profit sharing ratio equals 6:2. I think there is a sacrifice. 6:3:3. Okay.
I will go back to the first one. Profit sharing ratio and the new profit sharing ratios. Sacrifice കാര്യം പറയാത്തതുകൊണ്ട് conveniently we avoid. I think sacrifice ratio ഇവിടെ അതിനകത്ത് ഉദ്ദേശിച്ചിരുന്നു. Better we don't have sacrifice ratio now. Okay. C's new share. C's new share is C's share, sorry, there is no new share, it is anyway, it is new. C's share equals, there is no meaning in saying new share, 1/6. So balance available for A and B. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇതിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലായിടത്തും ഇതുപോലെ ഇത് ഫിറ്റ് ആവത്തില്ല. അടുത്ത എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. ബാലൻസ് അവൈലബിൾ ഫോർ എ ആൻഡ് ബി for A and B, okay, 1 minus 1/6 equals 5/6. Okay, now A's new share, equal partners on it, that's easy. 5/6, so 2.5 means 5/12, that's very easy. A's new share equals 5/6 into 1/2 into 1/2. 5/6 into 1/2 is half of 5/6 equals 5 equals 5/12. 5/12. 5/6 into half and 5/12 into 1/2. So B's new share is also same thing. Other half of new share 5/6 into half ആണ് 5/12. രണ്ടു പേർ കൂടെ 5/12 plus 5/12, and that follows 1/6 becomes 2/12. So new ratio equals 5:5:2. That 1/6 is 2/12. 5:5:12. Okay. ഇനി എന്താ പറയുന്നത്, the old partners, അത് ഇത് ക്വസ്റ്റ്യൻ പറയുന്ന ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഈ എക്സാമ്പിൾ എല്ലാം ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓൾഡ് പാർട്ണേഴ്സ് ആർ ഗിവിംഗ് പാർട്ട് ഓഫ് ദെയർ ഷെയർ ടു ന്യൂ പാർട്ണർ. നോക്കാം. Provision A and B who are equal partners admit C for which he surrenders half of his share and B surrenders 1/4 of his share. അതൊരു നല്ല കണക്കാണ്. അപ്പൊ സിയുടെ കാര്യമല്ല പറയുന്നത്, എ ആൻഡ് ബി എന്ത് കൊടുത്തു എന്ന് മാത്രം ആദ്യം പറയുന്നത്. A's share A's contribution A's share first equals പണ്ടത്തെ എ ആൻഡ് ബി ഈക്വൽ പാർട്ണേഴ്സ്. പണ്ടത്തേത് 1/2 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സറണ്ടേഴ്സ് ഹാഫ് ഓഫ് ഹിസ് ഷെയർ. ഓക്കെ, സോ ഹാഫ് ഓഫ് A's contribution to C I'll write sacrifice to C.
ഈ വാക്ക് half of 1/2 into 1/2 half of half equals 1/4. Half of 1/2. That 1/4 is given to C. ഈ ക്വസ്റ്റ്യനകത്ത് വളരെ എളുപ്പമാണ്. So the balance 1/4 is available for A. ഒന്നുകൂടെ പറയാം, ഈ കേസിൽ മാത്രം എപ്പോഴും അങ്ങനെ സൗകര്യമായിട്ട് കിട്ടണമെന്നില്ല. 1/4 കൊടുത്തു, 1/2 ഉള്ള ആള് നേരെ ഹാഫ്, 1/4 കൊടുത്തു, 1/4 കയ്യിൽ വെച്ചു. So A's new share is 1/4 minus 1/2 minus 1/4 എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഹാഫ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 1/2 minus 1/4 ഈക്വൽസ് 1/4. എയുടെ ന്യൂ ഷെയർ ആണിത്. ഓക്കെ, ഇതിനെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ ന്യൂ ഷെയർ ആണ്. 1/4 കൊടുത്തു, എ കൊടുത്തു 1/4. ഇനി ബീസ് സാക്രിഫൈസ് ടു ഷെയർ എഴുതുന്നില്ല. ബീസ് for C. Sacrifice to C is okay. What is better? പിള്ളേർ പഠിക്കുന്ന തെറ്റിച്ച് പഠിച്ചാൽ B sacrifice, that means a contribution to C or sacrifice for C, it is same thing. Okay, B sacrifice എന്ന് പറയുന്നത്, what is his old share? C is old share, half of his. B surrenders one, equal partners ആണ്, പക്ഷേ 1/2 that was his old share into 1/4 of his share into 1/4. ഇത് അല്പം ട്രിക്കിയാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1/4 കിട്ടിയ ആള് ഒരാൾ എന്ത് ചെയ്തു, എയുടെ ഷെയർ 1/4. അത് പോകട്ടെ, ഇതിനെ അതാക്കാം, പിന്നെ പറയും. ബിയുടെ സാക്രിഫൈസ് ഈസ് 1/4 of 1/2 equals 1/8. അപ്പോൾ ഇവിടെയാണ് ഇച്ചിരി എളുപ്പമുണ്ട്, ഇത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ബീസ് ന്യൂ ഷെയർ ഈക്വൽസ് 1/2 minus 1/8. സിക്ക് കൊടുത്തത് പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 8, that is 4/8 minus 1/8. that means 4/8 minus 1/2 എന്ന് പറയുന്നത് 4/8 ആണ്. 1/2 is 4/8 minus 1/8 equals 3/8. അവിടെ ക്ലിയർ ആയി. നമുക്ക് ന്യൂ റേഷ്യോ കിട്ടണം. ന്യൂ റേഷ്യോ കിട്ടാൻ സിയുടെ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് സിയുടെ ഷെയർ. സിയുടെ ഷെയർ ഈസ് ദിസ് 1/4 plus 1/8. എയുടെ ന്യൂ ഷെയർ ഈസ് 1/4. ന്യൂ റേഷ്യോ. ഓക്കെ, സോ സി's ഷെയർ, ആദ്യം സിയുടെ ഷെയർ ആണ്, ഈക്വൽസ് 1/4 given by A plus 1/8 given by B.
1/4 1/8 ഇവിടെ കാണാമല്ലോ, ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1/4 and 1/8. That means 1/4 is 2/8. Okay. Out of 8, 2 plus 1, 3/8. മനസ്സിലായല്ലോ? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is 2/8. 2/8 plus 1/8 is 3/8. ഇത് മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഇത് കിട്ടി. സീസ് ഷെയർ കിട്ടി. ഇനി എയ്സ് ഇനി പുതിയ റേഷ്യോ, ന്യൂ ratio of A, B, C. What is A's new share? Is 1/4. That is 1/4 is to 1/4 അല്ല, നമുക്ക് 8 1/4 is to 1/4 is to, what is B's new share? B's new share is 3/8. Okay, is to 3/8. 3/8 is to, C's new share is 3/8. 3/8. So ABC 1/4 becomes 2/8. New ratio, that is, ഞാൻ ഒന്നിച്ചങ്ങ് എഴുതുകയാണ്, 2:3:3. 2:, that 1/4 becomes 2/8 again. Okay, ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ മതി. 2/8, 3/8, 3/8. 2:3:3. Okay. A and B share in profits and losses in the ratio 3:2. ഞാൻ അത് 2 ലൈൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ എഡിറ്റിംഗ് ഇച്ചിരി എളുപ്പമായിട്ട് മാറും. കോപ്പി. ഓക്കെ. A and B share in profits and losses in the ratio 3:2. Admit C, for which each partner surrendered half of his respective share. C's, okay, now A's contribution. A and B profit share ratio 3:2 ആണ്. ഓൾഡ് റേഷ്യോ 3:2. ഹാഫ് എന്ന് പറയുമ്പം ചില ഓരോ കണക്കുകൾക്ക് എളുപ്പമുണ്ട്. 3/5 ആണ് ഇപ്പോഴത്തെ റേഷ്യോ. അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പം 3/5 into 2. ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 1/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. 3/10 ആണ് ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത്, പ്ലസ് 3/10. ഓക്കെ, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ്, ഓക്കെ, ഹാഫ് എടുക്കുമ്പോൾ 3/10 എന്നാണ് കിട്ടുന്നത്. ഇത് ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. A's ന്യൂ ഷെയർ ഈസ് 3/10. അത് പറയാനായി പാടെല്ലാം പെടുന്നത്. A's new share is also 3/10. Okay, half. And B's contribution equals 2/5 into 1/2. That means he will get 2/10. So the balance available for B is 2/10. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ബാലൻസ് അവൈലബിൾ ഈസ്, ഞാനിത് എഴുതുന്നില്ല, ഇത് സമയം ലാഭിക്കാൻ വേണ്ടി നോക്കാം. സോ C's share equals ഹാഫ് ആയിരിക്കും. രണ്ടുപേരും പകുതി വീതം കൊടുക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെ വരുമ്പോഴും ഫൈനലി he will get 1/2. That means 5/10. That means 3/10. That is given by A plus
2 by 10, then given by B, so he gets 5 by 10. മനസ്സിലായല്ലോ? 5 by 10 സീസ് ഷെയർ. എയുടെ ന്യൂ റേഷ്യോ, എയുടെ ഷെയർ എന്ന് പറയുന്നത് എയ്സ് ഷെയർ ഈക്വൽസ് 3 by 10. 3 by 5 ആയിരുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 3 by 5ന്റെ പകുതി സിക്ക് കൊടുത്തു. 3 by 10 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 by 10 ഈസ് അവൈലബിൾ. അത് ഞാൻ അവിടെ മുമ്പേ പ്ലസ് ചെയ്തിട്ട് കാണിച്ചതാണ്. 3 by 5 ഈസ് 6 by 10. 6 by 10ലെ 3 by 10 പോയി കഴിഞ്ഞാൽ 6 by 10 minus 3 by 10 equals 3 by 10. അതുപോലെ ബിയുടെ കാര്യം അത് തന്നെയാണ്. ബീസ് ഷെയർ എന്ന് കൊടുത്തതാണ്, പകുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പകുതി കയ്യിലുണ്ട്. ബീസ് ഷെയർ ഈസ് ഓൾസോ ബീസ് ഈക്വൽസ് ബിയുടെ കാര്യം, ബീസ് കോൺട്രിബ്യൂഷൻ നോക്കി അറിയാം. ഈ കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവരുടെ ഷെയർ. പകുതി അങ്ങ് കൊടുത്തു, പകുതി കയ്യിലുണ്ട്. 2 by 5, that means 4 by 10 minus 2 by 10 equals 2 by 10. So new ratio is so here is share 3:2. New ratio is equals A's new share is 3 by 10. അവിടെ നോക്കണ്ട, ആൻസർ കിടക്കുന്ന നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ന്യൂ റേഷ്യോ ഈസ് A's ഷെയർ 3, B's ഷെയർ 2, രണ്ടുപേരുടെ കൊടുത്ത് C's ഷെയർ ഈസ് 3 by 10. ഇവിടെ C's ഷെയർ ഈസ് 5 by 10. 3:2:5. That's all. That's it. Okay, done. Now, A and B sharing profits and losses. The ratio 4:1 has half of their respective shares. കുഴപ്പമില്ല, അത് ഒന്ന് തന്നെ, അത് ഒന്നുകൂടെ പറയണമെന്നില്ല. A will give 4:1. 4:1 എന്ന് പറയുന്നത് 4 by 5 അതേ കണക്ക് തന്നെ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാതെ വിടുന്നത്. 4 by 5 and 1 by 5. Half of 4 by 5 means 4 by 10. So C's share is 4 by C's equals C's share equals 4 by 5 ആണുള്ളത്. C's share is 4 by 10. ഹാഫ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഹാഫ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. C's share is 4 by 10 plus B is contributing 1 by 5 ആയിരുന്നു. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1 by 10. 1 by 10 equals 4 by 10 plus 1 by 10, 5 by 10. That is C's share. Okay. A is calculation ചെയ്യേണ്ട ആവശ്യമില്ല. Equals 4 by 10. അത് നമുക്കറിയാവുന്നതാണ്. കാരണം he contributed 4 by 10. ഹാഫ് എന്ന് പറഞ്ഞ് 4 by 10 കൊടുത്താൽ ഇയാൾക്ക് 4 by 10 കയ്യിലുണ്ടാവും. B's new share ഇതും അതുപോലെ തന്നെ. He gave 1 by 10. So he has 1 by 10. ഹാഫ് കൊടുത്തു, അതർ ഹാഫ് കയ്യിലുണ്ട്. So that ratio is 4 by 10 is to 1 by 10 is to 5 by 10. New ratio is equals 4 by 10
is to 1 by 10 is to 5 by 10. 4 is to 1 is to 5. Okay, now new partner acquires his share. രണ്ട് കണക്ക് ചെയ്ത് നിർത്താം, ബാക്കി ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. A and B share in profits and losses in the ratio share in profits and A and B share in profits and losses. Losses equally admit C into partnership for which 1/3 share in future profits, of which 2/3 is acquired from A and 1/3 is acquired from B. നല്ല കണക്കായിട്ട് കൊള്ളാം. Okay. A is contribution to C എന്ന് പറയുന്നതും സാക്രിഫൈസ് ഫോർ C എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. Okay. A's sacrifice equals 1/3 share in the which he acquired from A and B. C into partnership for 1/3 share. ഇവിടുന്ന് വേണം തുടങ്ങാൻ. That is 1/3 share is coming from A. No, it's not the whole 1/3. Future profits, of which 2/3 is acquired from A and 1/3 is acquired from B. It's a 2/3 of that 1/3. Now listen very carefully. This is a complicated arrangement. C's share എന്ന് പറഞ്ഞാൽ this is C's share equals 1/3. അതിന് സംശയമൊന്നുമില്ല. That comes from A and B. So 2/3 of that 1/3 comes from A and 1/3 of that 1/3 comes from B. 2/3 of 1/3. That means 1/3 into 2/3. That means 2/3 is 9. Okay. 2/9 is coming from A. Okay, A is new share നമുക്ക് പിന്നെ നോക്കാം. A is sacrifice for C. സിയുടെ കാര്യം ആദ്യം നമുക്ക് എഴുതി നിർത്താം. A is sacrifice for C is 2/9. B is sacrifice for C 1/3 of 1/3. So he is giving this 1/3. Its 2/3 comes from A. Its 1/3 comes from B. Okay, this is same thing. Okay, this 1/3 is his share. Same 1/3 is split into 2:1. Same 1/3. Okay, it is the same 1/3 divided into 2/3 and 1/3. A will give 2/3 of it. B will give 1/3 of it. So this is 1/9. Okay, so together C will get 1/3 or 3/9. You can see this. 2/9
is coming from A and 1 by 9 is coming from B. Very clear? 2 by 9 is coming from A and 1 by 9 is coming from B. That means 2 plus 1, that is 3 by 9. This is C's share, 3 by 9. Very clear? Now we go to A's new share. A's new share. A's new share. മുമ്പത്തെ കണക്ക് പോലെ അത്ര ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡാണിത്. ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഷെയർ മൈനസ് ഹിസ് സാക്രിഫൈസ് ആദ്യം പറയുന്നത്. സാധാരണഗതിയിൽ ന്യൂ ഷെയർ പറഞ്ഞിട്ട് നമ്മൾ സാക്രിഫൈസിലോട്ട് പോകും. ഇവിടെ സാക്രിഫൈസ് കണ്ടിട്ട് ന്യൂ ഷെയർ മൈനസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു C. That means he was getting sharing profits and losses, A and B sharing profits and losses equally. Before he was getting 1 by 2 and now he has given 2 by 9 to he has given 2 by 9, 1 by 2 minus 2 by 9. He has given 2 by 9 to C. Therefore, he gets what? 1 by 9, 1 by 2 minus 2 by 9. So out of 18, 9 by 18 minus 2 by 9 is 4 by 18. 18 equals 5 by 18. This is A's new share. Okay. Same way, B's new share. Try some shortcuts. B's new share. B's new share. He was also getting 1 by 2. And he has given how much? 1 by 9 he has given. So this was his old share. 9 by 18 was okay. 1 by 9 is 2 by 18. Right? So together 9 by 18 minus 2 by 18 equals 7 by 18. And C's share, anyway you know, C's share, A's contribution, A's contribution plus B's contribution. Or in other words, A's sacrifice plus B's sacrifice. 2 by 9 plus 1 by 9 equals 3 by 9. So others are out of 18 because there is a 7 here, so you have to have it in 18. That means 3 by 9 is 6 by 18. So the ratio is new profit share on ratio equals 5 is to 7 is to 6. Okay, total is coming to 18. 5 by 18, 7 by 18 and 6 by 18. Total is 18. So that's it. There are a few more questions. A and B sharing profits and losses. So I'm not trying it here because that takes too much time. It's already little more than 1 hour. Okay. When I edit it, it will come down to some 50 minutes or something.
sharing profits and losses in the ratio 2:1. Admit C as a new partner. He acquired 1/8, 1/18 from A and 1/9 from B. That's okay. It is the same thing. 1/18 of acquired 1/18 from A and 1/9 from B. Another one is 3:2. Okay, we have to do this. C's share is given directly here. C as a new can be sharing 3 short with C for 1/4 share, which he acquired equally. 1/4, half of 1/4 is 1/8. A's new share is 3/5. 5 minus 1/8. Okay, calculation you do. Okay, I'm leaving it now. B's new share equals 2/5 minus 1/8. That's it. So these two partners have equal sacrifice. 1/8 plus 1/8. That is 2/8 is 1/4. Okay, do the rest yourself. All the best. Let me see if I can. No, it is already late. I think I'll try one more. I'll do the rest of the sums afterwards in another video. Okay, right now, bye for now. See you later. See you in the next video.